ദൈവത്തിന് മാത്രമേ സകലതും സാധ്യമാകത്തുള്ളൂ അല്ലേ. മനുഷ്യനിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യനിൽ എന്തുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു മനുഷ്യൻ ഒരു രോഗിയാകുന്നു. ഇനി അവൻ്റെ കയ്യിലുള്ള പണം വെച്ചുകൊണ്ട് അവൻ എന്താണ്, നല്ല ഹോസ്പിറ്റലിൽ പോകുന്നു, ചികിത്സ തേടുന്നു. എന്നാൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയില്ല. ഇനി ചിലപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള അസുഖമാണെങ്കിൽ പോലും അത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ വരും. അവിടെ അവൻ്റെ ആ വലിയ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആ വലിയ ഡോക്ടറോ അവൻ്റെ ആ വലിയ പൈസയോ എന്തായിട്ടില്ല, അവന് ഭാഗ്യമായി മാറിയിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും അല്ലേ. ഇനി അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ ആയുസ് തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പകുതി വെച്ച് അവൻ്റെ ജീവൻ അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുവാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. ഇനി അവന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ ആയുസ്, അവൻ്റെ ആരോഗ്യം, ഇതൊക്കെ ആരുടെ കരത്തിലായിരിക്കുന്നത്? യഹോവയാം ദൈവത്തിൻ്റെ കരത്തിലായിരിക്കുന്നത് അല്ലേ. ജീവനെ കൊടുക്കുവാൻ, ആരോഗ്യത്തെ കൊടുക്കുവാനൊക്കെ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളൊക്കെ പലപ്പോഴും പലരുടെ മുഖത്തേക്ക് നോക്കുമല്ലേ. നമ്മൾ ദൈവത്തോട് പലതും പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങനെ ഒന്ന് സഹായിക്കണമേ, ഒന്ന് ഇറങ്ങി വരണമേ എന്നൊക്കെ പറയും. അപ്പോഴും നമ്മളുടെ ആശ്രയം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളുടെ ആശ്രയം പല വ്യക്തികളിലേക്ക് പോകും. ചിലപ്പോൾ ഈ വ്യക്തിയിലൂടെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ചില ദേവദാസന്മാരിലൂടെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുമായിരിക്കും. ഓക്കെ, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം? ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മളുടെ ആശ്രയം. അതല്ലാതെ വേറൊരു വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ ഒക്കെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആശ്രയം എന്താണ്? അത് ദൈവത്തിലല്ല, അത് നമ്മൾ ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലേ. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങനെ ഇറങ്ങി വന്നൊന്ന് സഹായിക്കണമേ, അങ്ങൊന്ന് ആകാശം കീറി ഇറങ്ങി വരണമേ, അല്ലെങ്കിൽ ആകാശം ചായച്ചിറങ്ങി വരണമേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ ഈ പ്രാർത്ഥന ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് വേറെ എങ്ങോട്ടെങ്കിലും ആണ് എങ്കിൽ ഓർക്കുക, നമ്മളുടെ ആശ്രയം എവിടെയല്ല? ദൈവത്തിലല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ആ മനുഷ്യൻ മറ്റൊന്നിലും ആശ്രയിക്കത്തില്ല, വേറൊരു വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കത്തില്ല, വേറൊരു സാഹചര്യങ്ങളിലേക്ക് നോക്കത്തില്ല. അവൻ എങ്ങോട്ട് മാത്രമേ നോക്കത്തുള്ളൂ? ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൂടെ ഒന്നും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളിലൂടെ ഒന്നും ആയിരിക്കുകയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത പല വഴികളിലൂടെ ആയിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കാത്ത ഇടത്തു നിന്നായിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട്